തെരഞ്ഞെടുപ്പ് പോരാട്ടം നെഞ്ചിടിപ്പേറ്റിയ നിയമത്തെ നിഗൂഢതകൾ എന്തൊക്കെ? അഘോരികൾ മുതൽ അജ്ഞാത പെട്ടികൾ വരെ ചർച്ചയാകുന്ന നിയമം നിയമസഭാ മണ്ഡലത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. മാസങ്ങൾക്ക് മുൻപേ സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തുടങ്ങിയ നിയമം. BJP തുറന്ന അക്കൗണ്ട് പൂട്ടിച്ച് മണ്ഡലം തിരിച്ചുപിടിച്ച വി ശിവൻകുട്ടിയുടെ മണ്ഡലം. കെ മുരളീധരന് പിന്നാലെ പഴയ പ്രതാപം തിരിച്ചുപിടിക്കാൻ കച്ചകെട്ടി KS ശബരിനാഥൻ കളം പിടിക്കുന്ന നേമം നിയമസഭാ മണ്ഡലം. അടിമുടി സസ്പെൻസ് നിറയുന്ന നേമത്ത് ഇത്തവണ ചർച്ചയാകുന്നത് ചില നിഗൂഢതകളെ കുറിച്ചാണ്. പണാധിപത്യത്തിൻ്റെ ഒരു കുത്തൊഴുക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ പരാതി കൊടുക്കുന്ന സംബന്ധിച്ച് ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. UP നിന്നുള്ള 100-125 വരുന്ന വാഹനങ്ങൾ, UP രജിസ്ട്രേഷൻ വാഹനങ്ങൾ പ്രചരണത്തിന്, അതുപോലെ തന്നെ സമ്പത്ത് വാരി ഒഴുക്കുകയാണ്. നേമത്ത് പഴുതടച്ച പ്രവർത്തനമാണ് BJP നടത്തുന്നത്. എല്ലാ തരത്തിലും ആളും അർത്ഥവും ഇറക്കിയുള്ള പോരാട്ടം. അതുകൊണ്ട് തന്നെ ട്രെയിനിലെത്തിച്ച 4 പെട്ടികളിലും കോടിക്കണക്കിന് രൂപയുണ്ടെന്നാണ് എതിർ പാർട്ടികൾ ആരോപിക്കുന്നത്. മാത്രമല്ല, ഉത്തർപ്രദേശ് രജിസ്ട്രേഷനിലുള്ള 100-ലധികം വാഹനങ്ങളാണ് മണ്ഡലത്തിൽ തലങ്ങും വിലങ്ങും പായുന്നത്. ഇതിലും ചില നിഗൂഢതകൾ CPIM ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉന്നയിക്കുന്നു. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്നുവെന്നും മണ്ഡലത്തിലെ ജനങ്ങളുടെ കുടിവെള്ളം പോലും മുടക്കാൻ ചില നിഗൂഢ ശക്തികൾ പ്രവർത്തിക്കുന്നു എന്നുമാണ് BJPയുടെ എതിർ ആരോപണങ്ങൾ. പക്ഷെ തിരുവനന്തപുരത്ത് കുടിവെള്ളം മുട്ടുന്നത് BJP കൗൺസിലർമാർ ജയിച്ച 51 വാർഡുകളിലാണ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. BJP കൗൺസിലർമാർക്കെതിരെയും BJPയുടെ തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെയും അതോടൊപ്പം തന്നെ BJPക്കെതിരായി രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടിയുള്ള ഒരു ഗൂഢശ്രമമാണ് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ, അതോടൊപ്പം തന്നെ ചില ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ഡലത്തിൽ പ്രത്യക്ഷപ്പെട്ട അഘോരി സന്യാസിമാരെ കുറിച്ചും മണ്ഡലത്തിൽ സജീവമായ ചർച്ച നടക്കുന്നുണ്ട്. നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കളുടെ വരവും കൂടി കഴിയുന്നതോടെ നിയമം അടിമുടി തെരഞ്ഞെടുപ്പ് പിരിമുറുക്കത്തിലാകുമെന്നുറപ്പ്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.